നമസ്കാരം, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ചട്നിയാണ്, അതായത് തേങ്ങാ ചട്നി. അപ്പോൾ ഈ തേങ്ങാ ചട്നിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിലെ കുഞ്ഞ് ചായക്കടയില്ലേ, അങ്ങനെ കുഞ്ഞ് ചായക്കടയിലൊക്കെ കിട്ടുന്ന ഒരു ചട്നിയാണ്. അതായത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ, എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി തിക്കായിട്ടുണ്ട് കേട്ടോ ചട്നി ഉണ്ടാക്കാറ്. പക്ഷേ ചെറിയ ചായക്കടയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ലൂസായിട്ടാണ് അവർ ചട്നി ഉണ്ടാക്കാറുള്ളത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ ടീച്ചറായിരുന്നു, കുറേ പേർക്ക് അറിയാം. അപ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ചിലപ്പോൾ 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് വിശക്കും. അപ്പോൾ ഞാൻ പറയും, അമ്മ എനിക്ക് വിശക്കണമെന്ന് പറയുമ്പോൾ അമ്മ പറയും എനിക്കൊന്നും ഉണ്ടാക്കി തരാൻ പറ്റില്ല, എനിക്ക് തീരെ ടയർഡാന്നൊക്കെ പറയുമ്പോൾ അമ്മ എന്ത് ചെയ്യും, കുട്ടികളോട് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്തെ ചെറിയൊരു കടയിൽ നിന്ന് ചിലപ്പോൾ അമ്മ പൊറോട്ടയും സാമ്പാറും വാങ്ങിച്ചു തരും. അതല്ലാന്നുണ്ടെങ്കിൽ ഈ എന്താ വെള്ളയപ്പവും ഈ ചട്നി. അപ്പോൾ അതെന്നുവെച്ചാൽ എനിക്ക് കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെയാണ് ഈ ചട്നിയുടെ കൂടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. അപ്പോൾ മേ ബി ആ നൊസ്റ്റാൾജിയ ആയതുകൊണ്ടായിരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടം. ഇപ്പോഴും ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ആ കടയിൽ നിന്ന് ചട്നി വാങ്ങിച്ചിട്ട് വെള്ളയപ്പം കൂടി കഴിക്കും. അതൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് മിക്കവാറും ഇഷ്ടപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. മാത്രമല്ല ബാച്ചിലേഴ്സിനെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. കാരണം കുറച്ച് ലൂസ് ആകുമ്പോൾ നമുക്ക് ഈ മെസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കില്ല. കാരണം കുറേ മെമ്പേഴ്സ് ഉണ്ടാവും. പക്ഷേ ഇതേപോലെ തിക്കായിട്ടുള്ള കോക്കനട്ട് ചട്നിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉണ്ടാക്കണം. അപ്പോൾ ഇതുപോലെ ലൂസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് ഉണ്ടാക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്ന കുറേ ചട്നീസ് ഉണ്ട്, അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ടുണ്ടായിരുന്ന ചില്ലി ഇഡ്ലി ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫോട്ടോസൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. അപ്പോൾ ഒട്ടും താമസിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് ചായക്കട സ്റ്റൈൽ തേങ്ങ ചട്നി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് തേങ്ങാ ചട്നി ഉണ്ടാക്കാൻ തുടങ്ങാം. കുറച്ച് വെള്ളം പോലുള്ള തേങ്ങാ ചട്നി. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് തേങ്ങ. 1 കപ്പ് തേങ്ങ ചിരകിയത് ഞാനിപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഓവനിൽ വെച്ചിട്ട് 1.5 മിനിറ്റ് അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയാണിത്. അപ്പോൾ നിങ്ങൾ ഫ്രഷ് തേങ്ങയാണെങ്കിൽ പിന്നെ ചൂടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എപ്പോഴും ഫ്രീസറിൽ നിന്ന് എടുക്കുമ്പോൾ തേങ്ങ ജസ്റ്റ് റൂം ടെമ്പറേച്ചറിലോട്ട് ആക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ചട്നി ആണെങ്കിലും തേങ്ങാപ്പാലാണെങ്കിലും ഒക്കെ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒരുപാട് കുട്ടികളോട് ഞാൻ പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് 1 കപ്പ് തേങ്ങയ്ക്ക് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും ചെറിയ കഷ്ണം മതി. ഇഞ്ചി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇഞ്ചി ഉണ്ട്, പക്ഷേ ഇല്ലയെന്ന് ചോദിച്ചില്ല. അത്രയും കുറച്ച് ഇഞ്ചി മാത്രം ഉപയോഗിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ 3 പച്ചമുളക്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയുള്ളി ഇടാണ്ടുണ്ടാക്കാം, ഇട്ടിട്ടുണ്ടാക്കാം. 3 4 ഇടാൻ പാടില്ല, 1 കഷ്ണം മാത്രം ഇട്ടാൽ മതി. പിന്നെ വെള്ളം, ഉപ്പ്, ഇത്രയും ഐറ്റംസ് കൊണ്ടാണ് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ അവസാനം താളിച്ച് ചേർക്കും, അത്ര തന്നെ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ആ ജാറിലോട്ട് നമ്മുടെ 1 ഗ്ലാസ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി വളരെ നേരിയതാക്കി അങ്ങ് അരിഞ്ഞിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക. ഈ ഒരു ചട്നിക്ക് ഇച്ചിരി എരിവാണ് മുന്നോട്ട് നിൽക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കാം. ആദ്യം 2 ഇടുക, അതിന് ശേഷം പോരാൻ തോന്നുന്നെങ്കിൽ മാത്രം എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ എനിക്ക് കിട്ടുന്ന മുളക് അത്യാവശ്യം എരിവുണ്ട്, എന്നാലും ഞാൻ 3 ഇടുന്നുണ്ട്. കാരണം ഇത് എരിവ് ഉണ്ടെങ്കിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ 3 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. മൊത്തത്തിൽ ഞാനിപ്പം 1.5 ഗ്ലാസ് വെള്ളമാണ് ഈ തേങ്ങ ചട്നിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷേ ആദ്യം നമ്മൾ 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കാൻ പാടില്ല. കാരണം 1.5 ഗ്ലാസ് മൊത്തത്തിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങ അരഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും തേങ്ങ അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൽ ആദ്യം അരച്ചിട്ട് നല്ല ഫൈനായിട്ട് അരഞ്ഞതിന് ശേഷം മാത്രം ബാക്കി എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ചേച്ചി എന്താ ചെറിയ ജാർ എടുക്കാത്തത്, വലിയ ജാർ എടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം എനിക്ക് ആ 1 ഗ്ലാസ് ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ വലിയ ജാർ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ചെറിയ മിക്സിയുടെ ജാറുള്ളൂ എന്നുണ്ടെങ്കിൽ അതിൽ ചെയ്താൽ മതി. ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഈ വലിയ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡ് ഊരിയെടുത്തിട്ട് ചെറിയ ജാറ് 2 ഉണ്ട്. അപ്പോൾ നല്ലതായിട്ട് നമുക്ക് പൊടിക്കാനും നല്ലതായിട്ട് അരഞ്ഞു കിട്ടുന്നതാണ് ചെറിയ ജാറിൻ്റെ ബ്ലേഡ്. അപ്പോൾ ഞാൻ ആ ബ്ലേഡ് എടുത്തിട്ട് ഇതിലേക്ക് റീപ്ലേസ് ചെയ്യും. അപ്പോൾ നമുക്ക് കൂടുതൽ സാധനങ്ങൾ അരയ്ക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ വലിയ ജാറിൽ അരയ്ക്കുകയും ചെയ്യാം. പക്ഷേ ബ്ലേഡിന് മൂർച്ചയുണ്ടാവും. അപ്പോൾ 2 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ബ്ലേഡ് എടുത്തിട്ട് ഇതിലോട്ട് മാറ്റിയിട്ടാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് അങ്ങ് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ നന്ന ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ എരി കുറച്ചും കൂടെ എനിക്ക് വേണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ 1 കൂടെ ഇടുന്നുണ്ട് കേട്ടോ. പച്ചമുളക്, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതൊക്കെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. ഞാനിനി ഇതിലോട്ട് ഒരു 3/4 ഗ്ലാസും കൂടെ വെള്ളം ഒഴിക്കാൻ പോവുകയാണ്.
കാരണം ഞാൻ പറഞ്ഞില്ലേ ഇത് നല്ല ലൂസായിരിക്കുന്ന ചട്നിയാണ്. ഇതിന് മുമ്പ് ഉണ്ടാക്കിയ തട്ടുകട ചട്നിയുടെ പോലെയൊക്കെ തന്നെ ഇതും ലൂസാക്കി ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും തോന്നുന്നു, പ്രത്യേകിച്ചും ബാച്ചിലേഴ്സിനൊക്കെ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അങ്ങ് അരച്ച് കൊണ്ടുവരാം. ഇപ്പോൾ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല ലൂസായിട്ടുള്ള ചട്നി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തുള്ള ബിഗ് ആയിട്ടുള്ള ജാറില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ചെറിയ ജാറിൽ അരയ്ക്കുക. അതിന് ശേഷം അതിലോട്ട് 1 ഗ്ലാസ് വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്താൽ മതിയാവും കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലോട്ടൊന്ന് താളിച്ച് ചേർക്കണം. ഇനി താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സോസ് പാൻ അടുപ്പത്ത് വെക്കുക. നിങ്ങൾക്കിപ്പോൾ താളിച്ചിട്ട് നേരെ വേണമെങ്കിൽ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ താളിച്ചതിലോട്ട് ചട്നി നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. എങ്ങനെയാണ് നിങ്ങൾക്ക് താല്പര്യം അതുപോലെ ചെയ്യുക കേട്ടോ. ഞാൻ ചില സമയത്ത് താളിച്ച് ചട്നിയിലോട്ട് ചേർക്കും, ചില സമയത്ത് ഇതിലോട്ട് ചട്നി ഒഴിക്കും, അങ്ങനെ 2 തരത്തിലും ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാനിപ്പോൾ ഇത് നാടൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഒരുപാട് വെളിച്ചെണ്ണയൊന്നും വേണ്ട, ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടാവട്ടെ. ഇത് ദാന്ന് പറയുമ്പോഴേക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ കടുകിൻ്റെ കൂട്ടത്തിൽ കൂടെ വേണമെന്നുണ്ടെങ്കിൽ 1-2 ചെറിയുള്ളിയും കൂടെ ചേർത്ത് താളിച്ചെടുക്കാം. പക്ഷേ ഞാൻ ഇതിൽ ചെറിയുള്ളി ഇടാൻ താല്പര്യപ്പെടുന്നില്ല, കാരണം ഞാൻ ആ കടയിൽ നിന്ന് കഴിച്ചിട്ടുള്ള ആ ടേസ്റ്റ് തന്നെ റീക്രിയേറ്റ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ട് ഞാൻ കടുക് മാത്രമേ ഇതിൽ ഇടുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട്, അപ്പോൾ അല്പം ഉപ്പിട്ട് കൊടുക്കുക. ബാക്കി എരിവൊക്കെ കറക്റ്റാണ്. 4 മുളക് എനിക്ക് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് നോക്കിയപ്പോൾ ഇച്ചിരി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി കട്ടിയായ പോലെ തോന്നി, അതുകൊണ്ട് ഞാനൊരു 1/4 ഗ്ലാസും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഞാനിപ്പോൾ ഇതിലേക്ക് 1.25 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ കഴിച്ച ഹോട്ടലിലത്തെ അതേ ചട്നിയുടെ ആ കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടട്ടെ, അതിനുശേഷം വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. എണ്ണ ചൂടായതിന് ശേഷം തീ എപ്പോഴും ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. അതിന് ശേഷം ഇതിലേക്ക് ഒരു 2 വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ അവസാനമായിട്ട് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പില. തീ ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ഇതിലോട്ട് ചട്നി ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഓഫ് ചെയ്തു. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി, അല്ലാണ്ട് തിളയ്ക്കാൻ പാടില്ല ചട്നി. കാരണം തിളച്ച് കഴിഞ്ഞാൽ ആ ഒരു കൺസിസ്റ്റൻസി മാറും, ചെറിയതായിട്ട് ഇങ്ങനെ എന്താ പറയുക, ചിലപ്പോൾ ഇങ്ങനെ പിരിയണ പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. ജസ്റ്റ് ഇതൊന്ന് ചൂടായാൽ മാത്രം മതി, പച്ചമണമൊക്കെ ഒന്ന് മാറണമെന്നുണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചട്നിയിലോട്ട് ഈ കാച്ചി ഒഴിച്ചാലും മതി. അപ്പോൾ അതെന്താണ് നിങ്ങൾക്ക് താല്പര്യം അതനുസരിച്ച് ചെയ്യുക. അപ്പോൾ ചെറിയൊരു ചൂടുണ്ട് നമ്മുടെ പാത്രത്തിന്, ആ ചൂടിലിരുന്നിട്ട് ഇതൊന്ന് റെഡി ആയിക്കോളും. ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ കൺസിസ്റ്റൻസി നിങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. കൂട്ടുണ്ടെങ്കിൽ എന്തായാലും കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെന്നില്ല ഒരു പിഞ്ച് ഷുഗർ ചേർക്കാം, അതായത് ഒരു നുള്ളു ഷുഗർ വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഞാനിപ്പോൾ ഈ ചട്നിയിൽ ഷുഗർ ചേർക്കാൻ താല്പര്യപ്പെടുന്നില്ല, കാരണം എനിക്ക് ആ പച്ചമുളകിൻ്റെ ആ ഒരു ടേസ്റ്റാണ് മുന്നോട്ട് നിൽക്കേണ്ടത്, അതുകൊണ്ട് മാത്രം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമുക്കിനി ഈ പാത്രത്തിൽ തന്നെ വെക്കേണ്ട, വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചെറിയ ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന പോലുള്ള ഈസി പീസി ആയിട്ടുള്ള തേങ്ങ ചട്നി റെഡി മണി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചൂടാറിയതിന് ശേഷം ടേസ്റ്റ് ചെയ്യാം ഞാൻ. അപ്പോൾ ഞാൻ ഫൈനലി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഞാൻ ഓൾറെഡി ചട്നിയുടെ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഇന്ന് കഴിക്കാൻ പോകുന്നത് റവ കിച്ചടിയാണ്. നിങ്ങളെൻ്റെ വീഡിയോ കണ്ടു കാണും റവ കിച്ചടിയുടെ, അതായത് സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ സ്വന്തമായിട്ട് കുക്ക് ചെയ്തിട്ടുള്ളൊരു ഡിഷായിരുന്നു റവ കിച്ചടി. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ഈ സ്പൈസി ആയിട്ടുള്ള കോക്കനട്ട് ചട്നി, അതും വെള്ളം പോലുള്ള കോക്കനട്ട് ചട്നി ഭയങ്കര നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഈ കോക്കനട്ട് ചട്നി ദോശയുടെ കൂടെ ഇഡ്ലിയുടെ കൂടെ ഒക്കെ കഴിക്കുക കേട്ടോ. പാലപ്പത്തിൻ്റെ കൂടെ പോലും ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ പാലപ്പത്തിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ഒരല്പം പഞ്ചസാരയും കൂടി ഇടും. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ അതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിവേ ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ. ഇത് വായിലിട്ട് അലിഞ്ഞു പോകുന്ന ഉപ്പുമാവാണ്, അതും ഈ സ്പൈസി ആയിട്ടുള്ള കോക്കനട്ട് ചട്നിയും കൂടി ആകുമ്പോൾ പറയേ വേണ്ട. 2 സംസ്ഥാനങ്ങൾ കൂടിച്ചേരുന്നതാണിത്. ആക്ച്വലി ഇത് തമിഴ്നാടിൻ്റെ, ഇത് നമ്മുടെ കേരളത്തിൻ്റെയാണ്. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ ടേസ്റ്റ് ഒരുമിച്ചാകുമ്പോൾ എന്ത് സംഭവിക്കും, കഴിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. അരേ വാ, എന്താ പറയണ്ടേ, ഞാൻ ഭയങ്കര അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. രണ്ടും ഉണ്ടാക്കി നോക്കുക. ഇത് ഉണ്ടാക്കണം ഞാൻ നിർബന്ധം പറയില്ല. ചട്നി ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ്റെ കൂടെ കഴിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചട്നിയുടെ ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണുക. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തേങ്ങ ചട്നി ഞാനിതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്, അത് ഇച്ചിരി തിക്കായിട്ടുള്ള ചട്നി. അതുപോലെ തന്നെ തക്കാളി ചട്നി, പിന്നെ പൊട്ടുകടല ചട്നി, അങ്ങനെ ഒരുപാട് ചട്നീസ് നമ്മൾ വീനസ് കറിവേൾഡിലുണ്ട്. അപ്പോൾ കാണാത്തവർ കാണാനും ട്രൈ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള അതേസമയം ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. എന്താ ഉദ്ദേശം? എൻ്റെ ഭർത്താവിൻ്റെ ഭക്ഷണം എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്നു. സാലഡും അച്ചിങ്ങാപ്പയർ മെഴുക്ക് പുരട്ടിയും കടല കുത്തിക്കാച്ചിയതും, ഇതാണ്
എൻ്റെ ഭർത്താവിൻ്റെ ഭക്ഷണം എന്താ അല്ലേ? ഒരു നേരത്തെ ഡിന്നർ കഴിക്കുന്ന സമയം 4:20. പിന്നെ ഇനി ഭക്ഷണമേ ഇല്ല. ഇത് കഴിച്ച വയറ് നിറയോ? വയറ് നിറയരുതെന്നാണ് ശാസ്ത്രം. അതെ, എപ്പോഴും ഒരു ചെറിയ വിശപ്പിന്റെ എലമെന്റ് ഉണ്ടാവും. ശരി. ആർക്കെങ്കിലും ഒരു പ്രചോദനം ആവട്ടെ അല്ലേ ജാനെ? 8 കിലോമീറ്റർ നടത്താണ് വൈകുന്നേരം. വേറെ കറികളൊക്കെ ഉണ്ടാക്കാൻ ഒരു സന്തോഷം തോന്നില്ല എനിക്ക് നീ കഴിക്കാത്ത. സന്തോഷം